നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഉത്രം നക്ഷത്രത്തെക്കുറിച്ചാണ്. വരുന്ന വർഷം നിങ്ങൾക്ക് 2025 ഈ നാളുകാർക്ക് ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. എങ്കിലും അതാത് മാസത്തെ അപേക്ഷിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ ഒരു കണിശക്കാരാവുകയും കിട്ടാനുള്ള പൈസകളൊക്കെ കിട്ടുവാനുള്ള വഴികളൊക്കെ കിട്ടുന്നതാണ്. നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുന്നതാണ്. അതേ കണക്ക് തന്നെ അനാവശ്യമായിട്ടുള്ള കലഹങ്ങളിലൊന്നും ചെന്ന് അകപ്പെടാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഒരു ഫെബ്രുവരി മാസങ്ങളിലൊക്കെ. പക്ഷേ എങ്കിൽ ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വാഹനയോഗം കാണുന്നുണ്ട്. വാഹനമെടുക്കുവാനുള്ള കാര്യങ്ങളും ദൂരദേശ യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളൊക്കെ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ നല്ല വെടിപ്പോടുകൂടി നല്ല ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം തൊട്ട്. അതേ കണക്ക് തന്നെ എപ്പോഴും ഈ ഏപ്രിൽ മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ദൈവ കടാക്ഷം നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. നല്ല രീതിയിൽ നിങ്ങൾ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏപ്രിലോടുകൂടി നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളാണെങ്കിലും, അത് വീട്ടിൻ്റേതായിട്ടുള്ള വീട് വയ്ക്കണമെന്നുള്ള ആഗ്രഹമാണെങ്കിലും, അതല്ല സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോബിനെ സംബന്ധിച്ചിട്ട് പുതിയ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണെങ്കിലും, അങ്ങനെ മുടങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏപ്രിൽ മാസം കഴിയുമ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ചെയ്യുക. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. അനാവശ്യമായിട്ട് പണം ചിലവാക്കേണ്ടതിനുള്ളൊരു സമയങ്ങളൊക്കെ വരുന്നതാണെങ്കിലും നിങ്ങൾ അതിനൊക്കെ വളരെ രീതിയിൽ ആലോചിച്ചു കണ്ടതിന് ശേഷം മാത്രം പണങ്ങളൊക്കെ ചിലവാക്കുക. അങ്ങനെ അനാവശ്യമായിട്ടുള്ള പണങ്ങളൊക്കെ ചിലവാക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും. അതേ കണക്ക് തന്നെ പൊതുപ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശോഭിക്കുവാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ സാമ്പത്തിക കാര്യം നല്ലൊരു നേട്ടം നിങ്ങൾക്ക് വരുന്നതാണ്. ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ തൊഴിൽ മേഖലയിലേക്കാണെന്നുണ്ടെങ്കിൽ വളരെ രീതിയിൽ ക്രിയാത്മകമായിട്ടുള്ള നല്ലൊരു ഉയർച്ചയൊക്കെ കിട്ടുന്നതാണ്. പ്രമോഷനാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും നല്ല രീതിയിൽ ഇപ്പോൾ മേലുദ്യോഗസ്ഥരോടൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഇഷ്ടമുള്ള ആയിരിക്കും. പിന്നെ ഏകദേശം ഒരു ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി ഉദരമായ രോഗങ്ങളൊക്കെ വരുവാനൊക്കെ ഇടയുണ്ട്. അതിനൊക്കെ നിങ്ങൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. അപ്പോൾ അങ്ങനേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഈശ്വരവിശ്വാസമുണ്ടെങ്കിൽ അറിയാമല്ലോ, നമുക്ക് എന്ത് തടസ്സങ്ങളോ എന്ത് കാര്യങ്ങളാണെങ്കിലും അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് വിഘ്നേശ്വരനെ മുറുകെ പിടിക്കുക. എന്തുവായാലും ഈ പറയുന്ന ഈ വർഷാവസാനത്തോടു കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാലങ്ങളൊക്കെ നല്ല കൂടുതൽ അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ധനലാഭവും അതേ കണക്ക് തന്നെ ജീവിത വിജയങ്ങളും എല്ലാ രീതിയിലും നല്ലതുണ്ടാവുന്നതാണ്. എന്തുവായാലും ഈ വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 2025 ഇത് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വാഹനയോഗങ്ങളും അതേ കണക്ക് തന്നെ ഗൃഹത്തിൻ്റെ കാര്യങ്ങളിൽ ഗൃഹം വെക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അതെല്ലാം നടക്കുന്നതാണ് ഈ 2025. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക. അതേ കണക്ക് തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേട്ടമുള്ള ഒരു വർഷം തന്നെയാവട്ടെ. ഈ 2025 നല്ല നേട്ടമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. വിഘ്നേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.